ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ റാം എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റെപ്സ് നമുക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ റാം നമുക്ക് കൂട്ടാൻ സാധിക്കും. റാം കുറവായിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ, അതായത് 1 GB 2 GB ഒക്കെ റാമുള്ള കമ്പ്യൂട്ടറുകളിൽ നിങ്ങൾ കുറേ വർക്കുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം സ്ലോ ആവുന്നതാണ്. അല്ലെങ്കിൽ കുറേയേറെ സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് വളരെ കുറയുന്നതാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ചെറിയ സെറ്റിംഗ്സ് ആണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. ഞാനിവിടെ C ഡ്രൈവ് ആണ് റാം യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമുക്ക് മൈ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. 71.6 GB എൻ്റെ C ഡ്രൈവിൽ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ പാനൽ ഒന്ന് ഓപ്പൺ ആകാം. കൺട്രോൾ പാനലിൽ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ആക്കാം. ഈ കമ്പ്യൂട്ടറിൽ 2 GB റാം ആണുള്ളത്. ഇവിടെ നിങ്ങൾ റാം ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ മൊത്തത്തിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നിങ്ങൾ ഏത് ഹാർഡ് ഡ്രൈവിൽ നിന്നാണോ റാമിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് GB കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനായിട്ട് ആദ്യം നമുക്ക് ഇവിടെ ദിസ് PC എന്നുള്ളതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ഓപ്പൺ ആക്കാം. ഇവിടെ നിന്നും അഡ്വാൻസ് സെറ്റിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ അഡ്വാൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അഡ്വാൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ചേഞ്ച് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കുക, വിർച്വൽ മെമ്മറി ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളത് ടിക്ക് ചെയ്തേക്കുവാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 2 GB റാം ഉണ്ട്, അത് ഇവിടെ സെലക്ട് ആയിരിക്കുകയാണ്. നമുക്കിത് മാറ്റാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ ഈ ടിക്ക് മാർക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം സൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നാണ് നമുക്ക് എത്ര GB ആണോ വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് എത്ര GB റാം ആണോ കമ്പ്യൂട്ടറിന് കൂട്ടേണ്ടത് അതിവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെയാണ് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനു മുമ്പ് നമുക്കൊരു കാൽക്കുലേറ്റർ ഓപ്പൺ ആക്കാം. ഇവിടെ നിന്നും നമുക്ക് 1024 ഇത് ഇത്രയും MB ആണ് ഒരു GB ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമുക്കിപ്പോൾ 4 GB ആണ് റാമായിട്ട് നമുക്ക് വേണ്ടതെങ്കിൽ ഇത്ര MB 1024 എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം × 4 എത്രയാണോ വരുന്നത് അതാണ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. 4096 ഇത് നിങ്ങൾ ഇനിഷ്യൽ സൈസിൽ ടൈപ്പ് ചെയ്യുക. 4096 അത് നിങ്ങൾ മാക്സിമം സൈസിലും ടൈപ്പ് ചെയ്യുക. ഇതാണ് നമ്മളിപ്പോൾ റാമായിട്ട് 4 GB ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ അനുസരിച്ച് നിങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന സെറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ അപ്ലൈ കൊടുക്കുക. അതിനുശേഷം ഇത് റീസ്റ്റാർട്ട് ആകുന്നതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 4096 MB ആണ് നമ്മളിവിടെ C ഡ്രൈവിൽ നിന്നും ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പം നമുക്ക് C ഡ്രൈവിൽ ഇനി എത്ര GB ഉണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് മൈ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഈ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് 71.6 GB ആയിരുന്നു C ഡ്രൈവിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 66.9 GB ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത 4 GB ഇതിന്റെ സിസ്റ്റത്തിന്റെ റാമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പ്യൂട്ടറിനുണ്ടായ മാറ്റങ്ങൾ, അതിലെ പെർഫോമൻസ് കൂടിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ സെറ്റിംഗ് ചേഞ്ച് ചെയ്ത് ഒരു 2-3 ആഴ്ച യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.